ഒന്ന് ചോദിക്കട്ടെ, ദിവസത്തിൽ ഒരു സെക്കൻഡെങ്കിലും താങ്ക് യു എന്ന് പറയാൻ ഉപയോഗിക്കുന്നുണ്ടോ? ഹൃദയത്തിന്റെ ഓർമ്മയാണ് നന്ദി എന്ന് ആരോ കവിത കുറിച്ചിട്ടുണ്ട്. സത്യമാണത്. അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം ഓർത്ത് എന്തിനൊക്കെ നന്ദി പറയണം. ഇനി ജീവിതത്തിൽ വല്ലാതെ ആടിയുലയുന്ന അവസ്ഥകൾ നമുക്കുണ്ടായിട്ടുണ്ട്. കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും നമ്മെ തളർത്തിയിട്ടുണ്ട്, തകർത്തെറിഞ്ഞിട്ടുണ്ട്. വിഷ അമ്പുകൾ പോലെ വല്ലാത്ത വിമർശനങ്ങളും പുച്ഛങ്ങളും പരിഹാസവും നമ്മെ തേടിയെത്തിയിട്ടുണ്ട്. നമ്മൾ ആടി ഉലഞ്ഞ കപ്പൽ പോലെ തീരമണക്കാതെ അങ്ങനെ പോയിട്ടുണ്ട്. എവിടെ ചെന്ന് നങ്കൂരമിടും അറിഞ്ഞുകൂടാം. അങ്ങനെ അങ്ങനെ വല്ലാതെ ഉലയുന്ന വലയുന്ന വല്ലാത്ത സങ്കടത്തിന്റെ നേരത്ത് ഞാനൊരു കാര്യം പറയട്ടെ. നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ, നന്ദിയോടെ ചിലത് ഓർത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സങ്കടം കുറയും. അത് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്. നിങ്ങൾ എന്നെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിട്ടാണ് കാണുക. ചിലരൊക്കെ എന്നോട് ചോദിക്കും, ഇങ്ങനെ ചിരിയോടുകൂടി സന്തോഷത്തോടു കൂടി കാര്യങ്ങൾ പറയുമ്പോൾ എത്ര സന്തോഷം നിറഞ്ഞ എനിക്ക് ജീവിതം. എന്നെ ഏറ്റവും അടുത്തറിയാവുന്ന ആളുകൾക്കറിയാം ഞാൻ കടന്നു പോകുന്ന വഴികളിലെ വല്ലാത്ത കാഠിന്യങ്ങളെ കുറിച്ച്. എല്ലാം വാക്കിന്റെ പാർക്കൊന്നുമല്ല. ചില നേരങ്ങളിലൊക്കെ മുള്ളുകൾക്കിടയിലൂടെയുള്ള യാത്രയൊക്കെയാണ്. എന്നാലും കണ്ണീരണിഞ്ഞതുപോലെ ഒരു പുഞ്ചിരി സമ്മാനിക്കുവാൻ സാധിക്കുന്നതിന്റെ ഒരൊറ്റ കാരണം കർത്താവിനോട് നന്ദി പറഞ്ഞ്, ജീവിതത്തിന് നന്ദി പറഞ്ഞ്, എന്നോട് തന്നെ നന്ദി പറഞ്ഞ്, ചുറ്റുമുള്ളവരോട് നന്ദി പറഞ്ഞ് ജീവിക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ എൻ്റെ ജീവിതത്തിൽ കനൽ വഴികളിലും എവിടെയൊക്കെയോ സന്തോഷം കണ്ടെത്തുന്നതിന്റെ കാരണമായിട്ട് ഞാൻ കണ്ടെത്തുന്നത് നന്ദി പറയുന്ന ഒരു ശീലം തന്നെയാണ്. അതുകൊണ്ട് അങ്ങേര് നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി നിങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി നിന്ന് ഞാൻ പറയും, നന്ദി നിറഞ്ഞ ഓർമ്മകൾ ഹൃദയത്തിൽ പേറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമായി, നിങ്ങളുടെ പല സങ്കടങ്ങളും തീരും.